നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 62 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇന്ന് 63ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നോക്കാം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. കർക്കിടകം 1, അതായത് ഇന്നലെ മുതൽ അധ്യാത്മരാമായണം ഓരോ ദിവസവും ഞാൻ എനിക്ക് കഴിയുന്ന വിധത്തിൽ ഈ വനമാലിയിൽ ചൊല്ലിയിടുന്നുണ്ട്. അതിലെ കുറവുകൾ സദയം ക്ഷമിക്കണമെന്നുകൂടി പറയട്ടെ. ഇപ്പൊ നമുക്ക് 63ാമത്തെ ശ്ലോകം നോക്കാം. കൊഞ്ചിക്കൺ കൊണ്ടു കുഞ്ചി പശുപരുടു കളിച്ചും മുതാ വല്ലവീനാം വഞ്ചിച്ചും ചിത്തപത്മം മധുരമുരളി കൊണ്ടാകെ വിശ്വം ജയിച്ചും കുഞ്ചിക്കൈ കൊണ്ടു കുന്നിൻ കുട തിരുമുടിയിൽ ചൂടി നിന്നോരു നിന്മയി നെഞ്ചിൽ തോന്നേണം ആപൽഗണമനവധിയായി വന്നു വീഴുമ്പോഴെല്ലാം. ഇവിടെ കൊഞ്ചിക്കൺ കൊണ്ട് കുഞ്ചി പശുപരോട് കളിച്ചും മുതാ. ആ ചെറിയ കുഞ്ചി പശുപര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ആ ഗോപബാലന്മാരുടെ കൂടെ മുതാ സന്തോഷത്തോടുകൂടി കൊഞ്ചലൂറുന്ന ആ കൺകളെ കൊണ്ടും വാക്കുകളെ കൊണ്ടും കളിച്ചു നടന്നു ഉണ്ണിക്കണ്ണൻ. പിന്നെയോ വല്ലവീനാം വഞ്ചിച്ചും ചിത്തപത്മം, ഗോപസ്ത്രീകളുടെ ചിത്തപത്മത്തെ വഞ്ചിച്ചും എന്ന് പറഞ്ഞാൽ ആ ഗോപസ്ത്രീകളുടെ മനസ്സിനെ അപഹരിക്കുക. ഈ ഗോപസ്ത്രീകളുടെ മനസ്സൊക്കെ എവിടെയാണ്? കണ്ണന്റെ കയ്യിലാണ്. കണ്ണൻ എടുത്തുപോയി അവരുടെ മനസ്സിനെയൊക്കെ. പിന്നെന്താ പറയണ? മധുരമുരളി കൊണ്ടാകെ വിശ്വം ജയിച്ചും. ആ മധുരമായ വേണുനാദം കൊണ്ട്, മുരളീനാദം കൊണ്ട് വിശ്വത്തിനെ, ലോകത്തിനെ ജയിച്ചു. അടുത്ത വരിയില് കുഞ്ചിക്കൈ കൊണ്ടു കുന്നിൻകുട തിരുമുടിയിൽ ചൂടി നിന്നോരു നിന്മയി. ആ ചെറിയ കുഞ്ചിക്കൈ എന്ന് പറഞ്ഞാൽ ചെറിയ ആ കൈ കൊണ്ട് കുന്നിനെ കുട പോലെ, ഗോവർദ്ധനത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ കുട പോലെ തിരുമുടിയിൽ ചൂടി നിന്നു. അതായത് തലയ്ക്ക് മുകളില് കുട പോലെ ചൂടി നിന്നിട്ടുള്ള അങ്ങയുടെ ആ തിരുമേനി നിന്മയി, അത് എൻ്റെ നെഞ്ചിൽ തോന്നേണം, എൻ്റെ മനസ്സിൽ തോന്നണം. എപ്പോഴാണ് തോന്നേണ്ടത്? ആപൽഗണം അനവധിയായി വന്നു വീഴുമ്പോഴെല്ലാം. ആപത്തുകളുടെ കൂട്ടങ്ങൾ ഇങ്ങനെ ധാരാളമായിട്ട് വന്ന് എൻ്റെ മേൽ വീഴുമ്പോൾ, അങ്ങനെ ആപത്തുകൾ വന്നു ചേരുമ്പോൾ അവിടുത്തെ ആ രൂപം എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇവിടെ ആ ഗോവർദ്ധനോദ്ധാരണം എന്ന കഥ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കഥ പൊതുവെ എല്ലാവർക്കും അറിയേണ്ടതായിരിക്കും. എന്നാലും ഞാൻ ഒരു ചുരുങ്ങിയ മട്ടിൽ ഇവിടെ പറയാം. ഈ ഗോപന്മാരുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ആ പശുക്കളാണ്. ഈ പശുക്കള് നല്ല ആരോഗ്യത്തോടെ വളരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ഇളം പുല്ലുകൾ വേണം. ഇങ്ങനെ പുല്ലുകൾ സമൃദ്ധമായിട്ട് ഉണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ മഴ പെയ്യണം. മഴയുടെ അധിപതിയായിട്ട് കണക്കാക്കുന്നത് ഇന്ദ്രനെയാണ്. അപ്പോൾ ഇന്ദ്രപ്രീതിക്ക് വേണ്ടിയിട്ട് ഈ ഗോപന്മാര് 6 വർഷം കൂടുമ്പോൾ ഒരു ഇന്ദ്രയാഗം നടത്തുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ ഇന്ദ്രയാഗത്തിനായിട്ട് ഗോപന്മാരൊക്കെ പലതും സജ്ജമാക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടപ്പോൾ കൃഷ്ണൻ നന്ദഗോപന്റെ അടുത്ത് ചോദിച്ചു, എന്തിനാ അച്ഛാ ഇവിടെയുള്ള എല്ലാവരും കൂടി ഇങ്ങനെ ഒരു ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് എന്തിനായിട്ടാണ് എന്ന്. അപ്പോൾ വളരെ വാത്സല്യത്തോടു കൂടി നന്ദഗോപൻ പറഞ്ഞു, ഈ ഭൂമി ഇങ്ങനെ സസ്യങ്ങളെ കൊണ്ട് നിറയണമെങ്കിൽ കാലാകാലത്ത് വർഷപാതം ഉണ്ടാവണം. വർഷപാതം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ പശുക്കളൊക്കെ പട്ടിണിയാവും. അപ്പോൾ ഈ വർഷത്തിനെ നിയന്ത്രിക്കുന്നത്, അതായത് മഴയെ നിയന്ത്രിക്കുന്ന ആ മേഘങ്ങളുടെ അധിപതി ഇന്ദ്രനാണ്. ആ ഇന്ദ്രനെ പ്രീതിപ്പെടുത്താനായിട്ട് നമ്മളൊരു യാഗം നടത്താനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന്. ഇത് കേട്ട കൃഷ്ണൻ ഒന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നമുക്കും എല്ലാവർക്കും, ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും ആഹാരം നൽകുന്നത് ഈശ്വരനല്ലേ?
അത് നമ്മുടെ കർമ്മ ഫലം അനുസരിച്ചിട്ടാണ് ലഭിക്കുന്നത് എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പശുക്കൾക്ക് ഈ പുല്ല് നൽകുന്നത് ആരാണ്? ഗോവർദ്ധന പർവ്വതാണ്. അപ്പൊ ഗോവർദ്ധന പർവ്വതല്ലേ നമ്മുടെ കുലദൈവം. അതുകൊണ്ട് തന്നെ ഇന്ദ്രനെ ഉദ്ദേശിച്ച് നടത്തുന്ന ഈ യാഗം നമുക്ക് ഗോവർദ്ധന പർവ്വതത്തിനെ ഉദ്ദേശിച്ചിട്ട് ആ പർവ്വതത്തിന് യാഗം നടത്തിയാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ കൺമുൻപില് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യക്ഷ ഈശ്വരനല്ലേ ഈ പുണ്യമായ ഗോവർദ്ധന പർവ്വതം എന്ന്. അപ്പോൾ വലിയ ലോകപരിചയവും നല്ല അറിവൊക്കെ സിദ്ധിച്ചിട്ടുള്ള ഒരു ജ്ഞാനി പറയുന്നത് പോലെയുള്ള കൃഷ്ണന്റെ അഭിപ്രായം നന്ദഗോപൻ മറ്റുള്ള ഗോപന്മാരുമായിട്ട് ആലോചിച്ചപ്പോൾ എല്ലാവർക്കും അത് തന്നെയാണ് ശരി എന്ന് തോന്നി. എന്നിട്ട് അവര് ഗോവർദ്ധന യാഗം നടത്താം എന്ന് തീരുമാനിക്കുകയാണ്. അതനുസരിച്ചിട്ട് ഒരു നല്ല മുഹൂർത്തത്തിൽ യാഗം ആരംഭിച്ചു. അങ്ങനെ ഇന്ദ്രന് നടത്താൻ ഉദ്ദേശിച്ച യാഗത്തേക്കാൾ എത്രയോ മടങ്ങ് ആർഭാടത്തോടെയാണ് ഗോവർദ്ധന യജ്ഞം ആ ഗോപന്മാര് ആഘോഷിച്ചത്. ആ പൂജാമന്ത്രങ്ങള്, സ്തോത്രഗീതങ്ങള്, വേദധ്വനികള് ഇതൊക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരുന്നു. എത്രയോ എണ്ണവിളക്കുകള്, നെയ്വിളക്കുകള് ഇതൊക്കെ പർവ്വതത്തിന്റെ മുൻപില് ഗോപന്മാരും ഗോപസ്ത്രീകളൊക്കെ കൂടി തെളിയിച്ചു. അവരെല്ലാവരും കൂടി കുളിച്ച് ശുദ്ധമായിട്ട് സന്തോഷത്തോടെയും ഭക്തിയോടെയും നൃത്തം ചെയ്ത് പ്രദക്ഷിണം വെച്ചു. ഇതൊക്കെ കണ്ട് നന്ദഗോപൻ അവിടെ കൂടിയവരോട് പറഞ്ഞു, ശരിക്കും നമ്മൾ ഈ യാഗം തന്നെയായിരുന്നു നടത്തേണ്ടിയിരുന്നത്. ഇന്ദ്രയാഗം നടത്തിക്കൊണ്ടിരുന്നത് ഗോപന്മാരാണ്. ശരിക്കും നമ്മൾ ഗോപന്മാരല്ല, യാദവന്മാരാണ്. നമ്മൾ പക്ഷേ പശു മേയ്ക്കുന്ന തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മളെ എല്ലാവരും ഗോപന്മാർ എന്ന് വിളിച്ചു, അത്രയേ ഉള്ളൂ. രോഹിണി ദേവി, ബലഭദ്രന്റെ അമ്മയായിട്ടുള്ള രോഹിണി ദേവി യാദവനായിട്ടുള്ള ആ വസുദേവരുടെ പത്നിയാണ്. പക്ഷെ രോഹിണി താമസിക്കുന്നത് ഇവിടെ ആയതുകൊണ്ട് ഗോപസ്ത്രീ എന്ന് വിളിക്കുന്നു. ഈ യാദവരുടെ നേതാവായിട്ടുള്ള വസുദേവര്, കംസന്റെ കാരാഗ്രഹത്തിലുള്ള ആ വസുദേവരുടെ അമ്മാമൻ എൻ്റെ അച്ഛനാണ്. അങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ യാദവ വംശത്തിൽ നിന്നും വന്നവരാണ്. ആ നിലയ്ക്ക് ഗോപന്മാര് നടത്തി വന്ന ഇന്ദ്രയാഗം ഇപ്പോൾ ഈ യാദവന്മാരായിട്ടുള്ള നമ്മൾ നടത്താത്തതിൽ ഇന്ദ്രന് വലിയ ദേഷ്യമൊന്നും വരാൻ ഇടയില്ല. പക്ഷേ എന്താ ഒരു കുഴപ്പച്ചാ, ഈ പർവ്വതങ്ങളുടെയൊക്കെ ചിറക് മുറിച്ചത് ഇന്ദ്രനാണ്. പണ്ട് പർവ്വതങ്ങൾക്കൊക്കെ ചിറകുണ്ടായിരുന്നു എന്നൊക്കെ ഒരു കഥയുണ്ട്. ആ ചിറക് മുറിച്ചത് ഇന്ദ്രനായതുകൊണ്ട് പർവ്വതങ്ങളുടെ ശത്രുവായിട്ടാണ് ഇന്ദ്രനെ കണക്കാക്കിയിരുന്നത്. അങ്ങനെ ആവുമ്പോൾ ഈ ഗോവർദ്ധനയാഗം നടത്തിയാൽ ഇന്ദ്രന് നമ്മളോട് വല്ല വിരോധം തോന്നോ എന്നൊരു സംശയം എനിക്കുണ്ട് എന്ന് പറയുകയാണ്. അപ്പോഴാണ് അത് ശരിയാണല്ലോ എന്ന് മറ്റുള്ള ഗോപന്മാര് ആലോചിച്ചത്. എന്തായാലും ഈ യാഗം വലിയ കുഴപ്പങ്ങളും വിഘ്നങ്ങളും ഒന്നുമില്ലാതെ മംഗളകരമായി തന്നെ അവസാനിച്ചു. അവിടുത്തെ വ്രജവാസികൾ ആ ഗോവർദ്ധനത്തിൻ്റെ മാഹാത്മ്യം പ്രകീർത്തിച്ചുകൊണ്ടാണ് സ്വഗൃഹങ്ങളിലേക്ക് തിരിച്ചു പോയത്. ഗോപന്മാര് തനിക്കുള്ള യാഗം തന്നെ ഗണിക്കാതെ വെറും അചേതനമായിട്ടുള്ള ഒരു പർവ്വതത്തിന് നൽകി എന്ന് നാരദനിൽ നിന്ന് അറിഞ്ഞ ഇന്ദ്രന് ദേഷ്യം വന്നു. തന്നെ അപമാനിക്കുകയാണ് ചെയ്തത് എന്നാലോചിച്ചിട്ട് വളരെ ക്രുദ്ധനായി തീർന്ന ഇന്ദ്രൻ തനിക്കുള്ള യാഗം മുടക്കിയത് കൃഷ്ണനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ അഹങ്കാരം കൊണ്ട് വിഷ്ണു തന്നെയാണ് കൃഷ്ണൻ എന്ന് ഗ്രഹിക്കാൻ കഴിവില്ലാതെ മതാന്ധനായിട്ട് എത്രയും ശക്തി കൂടിയ ആ പ്രളയമേഘങ്ങളെ വിളിച്ചിട്ട് ആ ഗോവർദ്ധനത്തിനെയും നന്ദഗോപന്റെയും മറ്റ് ഗോപന്മാരുടെയൊക്കെ വാസസ്ഥലത്തെയും പ്രളയജലം കൊണ്ട് നശിപ്പിക്കാനായിട്ട് ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ദ്രൻ വിചാരിച്ചത് വിഷ്ണുവാണ് ആ മാനുഷബാലനായിട്ടുള്ള കൃഷ്ണൻ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇന്ദ്രനുള്ള യാഗം ഒരിക്കലും മുടക്കുണ്ടായിരുന്നില്ല. ആ കൃഷ്ണന് വലിയ മായാവൈഭവമൊക്കെ ഉള്ള ആളാണ് എന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. ആ
കള്ളനായിട്ടുള്ള കൃഷ്ണന്റെ അഹങ്കാരം ഞാൻ ഇന്ന് നശിപ്പിക്കും, എന്നിട്ട് ആ ഗോപന്മാരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആജ്ഞാപിച്ചത്. അങ്ങനെ വൃന്ദാവനത്തില് പെട്ടെന്ന് തന്നെ മുകളില് ആകാശത്ത് പ്രളയ മേഘങ്ങളെ കൊണ്ട് നിറഞ്ഞ് സൂര്യന്റെ വെളിച്ചം നശിച്ച് ആകെ ഇരുട്ട് വ്യാപിക്കുകയാണ്. വലിയ ഇടിമുഴക്കം, ഇടിമിന്നല്, ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റ്, അങ്ങനെ അന്തരീക്ഷാകെ ഭയാനകമായി തീർന്നു. കൊടുങ്കാറ്റില് മരങ്ങൾ ഒടിഞ്ഞു വീഴാണ്. ഈ മിന്നലേറ്റിട്ട് പല സ്ഥലത്തും അഗ്നി ജ്വലിക്കാൻ തുടങ്ങി. അതുപോലെ ഇടിവെട്ട് ഇങ്ങനെ വളരെ വലിയ ഇടിവെട്ടിന്റെ ശബ്ദമാണ്. വെള്ളം വെച്ചാൽ ഇങ്ങനെ പുഴ പോലെ പല വഴിക്കും കുത്തി ഒലിക്കാൻ തുടങ്ങി. എല്ലാവരുടെയും വീടിന്റെ മേൽക്കൂരയൊക്കെ തകർന്നു വീണു. എല്ലാവരും പേടിച്ച് പകച്ച് അമ്പരന്ന് നിൽക്കുകയാണ്. ഈ മഴയില്ലാത്ത കാലത്ത് ഇങ്ങനൊരു പ്രളയവർഷം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇന്ദ്രന്റെ കോപം കൊണ്ടാണ് എന്ന് ഗോപന്മാരൊക്കെ ഉറപ്പിച്ചു. യാഗം മുടക്കിയതിന് ദേഷ്യം വന്നിട്ടുള്ള ഇന്ദ്രൻ ചെയ്യുന്ന പ്രതികാരം തന്നെയാണ്, സംശയമില്ല എന്ന് എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോ കൃഷ്ണൻ പറഞ്ഞു, നമ്മൾ യാഗം കഴിച്ചത് ആർക്കാണ്? ഗോവർദ്ധനത്തിനല്ലേ. ആ ഗോവർദ്ധനൻ തന്നെ നമ്മളെയൊക്കെ രക്ഷിക്കും. എല്ലാവരും എൻ്റെ കൂടെ പോന്നോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചോളൂ. ആ ഗോക്കളെയും ഗോവത്സങ്ങളെയും ഒക്കെ കൂട്ടിയിട്ട് അവിടെയുള്ള ഗോപന്മാര് കൃഷ്ണന്റെ പിന്നാലെ പോയിട്ട് ഗോവർദ്ധന പർവ്വതത്തിന്റെ അടുത്ത് പോയി. കൃഷ്ണനാവട്ടെ തൻ്റെ ആ ചെറിയ കൈകളെ കൊണ്ട് ആ പർവ്വതത്തെ പറിച്ചെടുത്ത് പൊക്കി ഒരു കുടയായിട്ട് ഇങ്ങനെ പിടിച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാ കണ്ടില്ലേ, നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഗോവർദ്ധനം തനിയെ പൊന്തിയിരിക്കുകയാണ്. അത് താഴെ വീഴൊന്നുമില്ല കേട്ടോ. ഞാൻ വെറുതെ നിങ്ങൾക്കൊക്കെ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് വെറുതെ തമാശക്കൊന്നിങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ അതിനെ താങ്ങിയ പോലെ നിൽക്കുന്നു എന്നേ ഉള്ളൂ. ഇതിന്റെ അടിയിൽ നമുക്ക് പശുക്കൾക്കും എല്ലാവർക്കും മഴയും വെയിലൊന്നും ഇല്ലാതെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. ഇന്ദ്രന്റെ ആ പ്രളയമേഘത്തിന് എത്ര നേരം ഇങ്ങനെ വർഷിക്കാൻ സാധിക്കും എന്ന് നമുക്കൊന്നും അറിയാലോ എന്ന് പറഞ്ഞു. ഇടത്തെ കൈകൊണ്ട് പർവ്വതത്തെ താങ്ങിക്കൊണ്ടും വലം കൈ കൊണ്ട് ആ പുല്ലാങ്കുഴൽ തൻ്റെ അധരങ്ങളിൽ ചേർത്ത് വായിച്ചുകൊണ്ടും ആ പരമാനന്ദമൂർത്തിയായിട്ടുള്ള ഉണ്ണിക്കണ്ണൻ ഒരു ചെറിയ കുട്ടി വലിയ കുടയും ചൂടി നിൽക്കുന്നത് പോലെ 7 ദിവസങ്ങൾ അങ്ങനെ അചഞ്ചലനായിട്ട് നിന്നു. പണ്ട് പാലാഴി മഥനവേളയിൽ സമുദ്രത്തിലേക്ക് താണു പോയിട്ടുള്ള ആ മന്ദരഗിരിയെ കൂർമ്മമായിട്ട് അവതരിച്ചിട്ട് തൻ്റെ മുതുകിൽ ചുമന്നിട്ട് പൊങ്ങിയതാണ് ആ ഭഗവാൻ. ആ ഭഗവാന് ഈ ഗോവർദ്ധനോദ്ധാരണം എന്നത് ഒരു ചെറിയ കളി മാത്രമായിരുന്നു, ചെറിയൊരു വിനോദമായിരുന്നു. ഇങ്ങനെ 7 ദിവസവും അതിഘോരമായിട്ട് വർഷിച്ചിട്ടും വൃന്ദാവനവാസികൾക്കോ അല്ലെങ്കിൽ അവരുടെ പശുക്കൾക്കോ യാതൊരു വിഷമവും സംഭവിച്ചില്ല. ഗോപന്മാരും ഗോപസ്ത്രീകളും കുട്ടികളും പശുക്കളും എല്ലാവരും ആ പർവ്വതത്തിന്റെ അടിയിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ചു. ആഹാരത്തിനായിട്ട് ഗോപന്മാര് പശുക്കളുടെ പാൽ ഉപയോഗിച്ചു. നല്ല മഴയാണെങ്കിലും പശുക്കൾക്ക് പുറത്തിറങ്ങി പുല്ല് തിന്നാൻ സാധിച്ചു. എന്നിട്ട് തിരിച്ച് ഈ ഗോവർദ്ധന പർവ്വതത്തിന്റെ അടിയിൽ വന്ന് വിശ്രമിച്ചു. അതുകൊണ്ട് അവരുടെ ജീവിതത്തിന് ഒരു അല്ലലും അവിടെ ഉണ്ടായില്ല. ഈ മകന്റെ നിൽപ്പ് കണ്ടിട്ട് യശോദയും നന്ദഗോപനും വളരെയധികം ദുഃഖിച്ചു. ഇടയ്ക്ക് ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമൻ അടുത്ത് നിന്ന് ചോദിച്ചു, കൃഷ്ണ, നല്ല വിഷമുണ്ടോ ഈ ഭാരം ചുമന്നിട്ട്? ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചു നേരം ഇത് പൊക്കി നിർത്താം, നീ പോയിട്ട് വിശ്രമിക്കേ എന്ന് പറഞ്ഞു. ഈ ലോകം മുഴുവൻ അല്ലെങ്കിൽ ഈ ഭൂമിയെ തൻ്റെ ഭരണത്തിൽ വഹിക്കുന്ന അനന്തന്റെ അംശാവതാരമായിട്ടാണ് ബലരാമനെ കരുതുന്നത്. ആ ബലരാമന് ഈ ഗോവർദ്ധനം എന്ന മല വെറും മലരുപോലെയാണ് എന്ന് കൃഷ്ണൻ അറിയാം. പക്ഷേ ഈ ഗോവർദ്ധന പർവ്വതം നമ്മളെ രക്ഷിക്കും എന്ന് ഉറപ്പ് കൊടുത്തിട്ട് ഇന്ദ്രയാഗം മുടക്കിയത് ആരാണ്? താനാണ്, അല്ലെ? കണ്ണനാണ്. അപ്പോൾ താൻ തന്നെ ഈ പർവ്വതം ചുമക്കണം എന്ന് കൃഷ്ണൻ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇങ്ങനെ എത്രയൊക്കെ പ്രളയവർഷം പെയ്തിട്ടും ആ വൃന്ദാവനവാസികൾക്കോ അവരുടെ പശുവൃന്ദങ്ങൾക്കോ ഒന്നും ഒരു ആപത്തും സംഭവിച്ചിട്ടില്ല എന്നറിഞ്ഞ് ഇന്ദ്രൻ ആകെ നാണം കെട്ട് തൻ്റെ പ്രവൃത്തിയിൽ നിന്നും പിൻവാങ്ങാൻ തീരുമാനിക്കുകയാണ്. കൃഷ്ണന്റെ ആ പരമാർത്ഥത്തിനെ മനസ്സിലാക്കാതെ അഹങ്കരിച്ച്
താൻ പ്രവർത്തിച്ച അനർത്ഥം മൂലം ഇനി എന്തൊക്കെയാണ് തനിക്ക് വരാൻ പോകുന്നത് എന്നോർത്ത് ഇന്ദ്രൻ ആകെ ഭയന്നു പോവുകയാണ്. തീർച്ചയായും ആ വസുദേവപുത്രന്റെ കാൽക്കൽ ചെന്ന് അഭയം പ്രാപിച്ച് ക്ഷമാപണം ചെയ്യണം എന്ന് ഇന്ദ്രൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ പോകുമ്പോൾ ഒരു ധൈര്യത്തിന് കാമധേനുവിനെ കൂടെ കൊണ്ടുപോവാണ്. എന്നിട്ട് വൃന്ദാവനത്തിൽ പോയിട്ട് കൃഷ്ണന്റെ കാൽക്കൽ നമസ്കരിച്ചിട്ട് സമസ്താപരാധവും ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുകയാണ് ഇന്ദ്രൻ. കാമധേനുവായിട്ടുള്ള സുരഭിയും കൃഷ്ണനെ പുകഴ്ത്തിക്കൊണ്ട് സ്തുതിച്ചു. ഇങ്ങനെ കാമധേനു കൃഷ്ണനെ സ്തുതിക്കുന്ന സമയത്ത് ആ ഗോപപാലനായിട്ടുള്ള കൃഷ്ണനിൽ ഒരു വാത്സല്യം തോന്നുകയാണ് കാമധേനുവിന്. അപ്പോൾ അറിയാതെ ആ സുരഭിയുടെ അകിട് ചുരന്നിട്ട് അതിൽ നിന്നും അമൃത സദൃശമായിട്ടുള്ള പാല് ഒഴുകി വരികയാണ്. അപ്പോൾ ആ പാല് കൊണ്ട് ഉണ്ണിക്കണ്ണനെ അഭിഷേകം ചെയ്യുകയാണ് കാമധേനു. എന്നിട്ട് പറയുകയാണ്, ഈ ഗോവിപ്ര സമൂഹത്തിൻ്റെ ഇന്ദ്രനായിട്ടുള്ള ഉണ്ണിക്കണ്ണ, അങ്ങയെ ഗോവിന്ദ എന്ന പേരിൽ ഞാൻ അഭിഷേകം ചെയ്യുന്നു എന്ന്. ആ സമയം ഇന്ദ്രൻ ഐരാവതത്തിനെ കൊണ്ട് ആകാശഗംഗയിലെ തീർത്ഥജലം കൊണ്ട് അഭിഷേകം ചെയ്യിപ്പിച്ചു. ഇങ്ങനെ സുരഭിയാലും ഐരാവതത്താലും നടത്തപ്പെട്ട ആ ഗോവിന്ദ പട്ടാഭിഷേകം ദർശിച്ചിട്ടുള്ള ദേവ ഋഷി സമൂഹങ്ങള് ഭക്ത്യാധിക്യത്താൽ ഗോവിന്ദ ഗോവിന്ദ എന്ന് ഭക്തിപൂർവം സ്തുതിക്കുകയാണ്. അങ്ങനെ ആ ഗോവിന്ദമൂർത്തി സുരനാഥനായ ഇന്ദ്രനെയും സുരഭിയായ കാമധേനുവിനെയും അനുഗ്രഹിച്ച് അയക്കുകയാണ്. ഗോവർദ്ധനോദ്ധരണം കഥ പറഞ്ഞപ്പോൾ ഈ ഗോവിന്ദ പട്ടാഭിഷേകം കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്ത ശ്ലോകം നോക്കാം. വർണ്ണിക്കാവല്ല വിഷ്ണു തവ ഗുണഗണമോരോന്നു ശേഷന്നു പോലും കണ്ണിൽ കാണുന്നവർക്കെന്തിതു വിഷയധിയാമെങ്കിലും പ്രാർത്ഥയേ ഞാൻ. വിണ്ണിൽ കൂടും ജനങ്ങൾക്കധിപനവശനായി വന്നു കൈകൂപ്പി വീണോരുണ്ണിത്തൃക്കാലൊരിക്കൽ മനസ്സി മമ ധരിക്കായി വരേണം കൃപാബ്ധേ. വർണ്ണിക്കാവല്ല വിഷ്ണു, ഹേ വിഷ്ണു, വിഷ്ണു ഭഗവാനെ, അങ്ങയുടെ ആ നന്മകളെക്കുറിച്ച്, ഗുണഗണം ഓരോന്ന്, അങ്ങയുടെ ഗുണങ്ങള് നന്മകളെക്കുറിച്ച് വർണ്ണിക്കാൻ സാധിക്കില്ല, വിവരിക്കാൻ കഴിയില്ല. ആർക്ക്? ശേഷന്നു പോലും, അനന്തനു പോലും. 1000 നാവുണ്ട് എന്നാ പറയുന്നത് അനന്തന്. ആ 1000 നാവുള്ള അനന്തന് പോലും അങ്ങയുടെ നന്മകളെക്കുറിച്ച് വർണ്ണിക്കാൻ സാധിക്കില്ല. കണ്ണിൽ കാണുന്നവർക്ക് എന്തിതു വിഷയധിയാമെങ്കിലും, ഈ കാണുന്നവർക്ക് ഇത് വെറും ഒരു ലോക വ്യവഹാരമായിട്ട് തോന്നും. എന്നാലും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിണ്ണിൽ കൂടും ജനങ്ങൾക്കധിപൻ. വിണ്ണ് ആകാശം, ആകാശത്തിലുള്ള ജനങ്ങളുടെ അധിപൻ, അതായത് ദേവന്മാരുടെ അധിപനായിട്ടുള്ള ഇന്ദ്രൻ. ആ ഇന്ദ്രൻ പോലും അവശനായിട്ട് വന്ന് കൈകൂപ്പി വീണു. വീണത് എവിടെയാണ്? ഉണ്ണിത്തൃക്കാലിൽ. അവിടുത്തെ ആ കുഞ്ഞിക്കാലിലാണ് ഇന്ദ്രൻ വന്ന് വീണത്. ആ കാലുകള് എൻ്റെ മനസ്സിൽ ഒരിക്കലെങ്കിലും തെളിയണമേ. കൃപാബ്ധേ, കൃപാബ്ധേ എന്ന് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ദയാവാരിധേ, കൃപാസമുദ്രമേ എന്നൊക്കെ പറയാം. ഇപ്പോൾ ആ അഹങ്കാരം നശിച്ച ഇന്ദ്രൻ വന്നു വീണ അങ്ങയുടെ ആ കാൽത്തളിര് എൻ്റെ മനസ്സിൽ തെളിയണമേ എന്നാണ് ഇവിടെ പൂന്താനം തിരുമേനി പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ